ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിനാസോൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ പത്തനംതിട്ടയിലുള്ള അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്ന് പറയുന്ന ഫെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മീനുകളെ ഞാൻ കണ്ടു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുണ്ടായിരുന്നു. ഇന്ന് ദീപാവലി അല്ലേ, അതുകൊണ്ട് അവധി ആയതുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത മീനുകളാണുള്ളത്. ഞാൻ ഇന്നുവരെ ഈ മീനുകളുടെ പേര് പോലും കേട്ടിട്ടില്ല. ചിലതിൻ്റെയൊക്കെ പേരറിയാം, എല്ലാം ഒന്നുമില്ല. വലിയ മീനുകളുണ്ട്, ചെറിയ മീനുകളുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു മീനുകളെ കാണാൻ. വളരെ കളർഫുൾ മീനുകളാണ്, പലതിനും പല കളറാണ്. ഗോൾഡൻ ഫിഷൊക്കെ ഉണ്ടായിരുന്നു, ടൈഗർ ഫിഷ്, അതുപോലുള്ള മീനുകളൊക്കെ ഉണ്ട്. പിന്നെ വലിയ മീനുണ്ട്, നമ്മുടെ ആലിഗേറ്റർ, അലാപ്പൈമ ഇങ്ങനെയൊക്കെ പറയുന്ന പല മീനുണ്ട്. അലാപ്പൈമയൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര വലുതായിരുന്നു, ആലിഗേറ്റർ അതിലും വലുതായിരുന്നു. അപ്പം ഭയങ്കര വലുതാണ്. നമ്മളതിൽ നിന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, അലാപ്പൈമ ആലിഗേറ്ററിനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളൊരു കടലിന് അടിയിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. മീനുകളുടെ നമ്മളുടെ മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കടലിനടിയിൽ ചെന്നൊരു ഫീലാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ പൊട്ടി നോക്കി, പക്ഷേ അലാപ്പൈമയും അലിഗേറ്ററും ഒന്നും നമ്മളൊന്നും ചെയ്തില്ല. ഞാനാണ് ഈ നിൽക്കുന്നത്. ഞാൻ ഈ മീനുകളുടെ ഒന്നും പേര് കേട്ടിട്ടില്ലാത്ത പല മീനുകളുണ്ടായിരുന്നു. അലാപ്പൈമ അലിഗേറ്ററും ഒക്കെ നമുക്ക് പിന്നെ അറിയാവുന്നതാണെന്ന് പറയാം. പിന്നെ കുറേ കുഞ്ഞു മീനുണ്ടായിരുന്നു, കളർഫുൾ ആയിട്ടുള്ള. ഇത് വളരെ ഭംഗിയായിരുന്നു, അത് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പല സൈസിലുള്ള മീനുണ്ട്. ഈ മീനെ കണ്ടോ, അലാപ്പൈമ അലിഗേറ്ററൊക്കെ പെട്ടെന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഈ മീനെ. അലാപ്പൈമയാണ് കേട്ടോ. അലാപ്പൈമ ആലിഗേറ്ററൊക്കെ മനുഷ്യനെ കടിക്കുന്ന മീനുകളാണ്. പിന്നെ അവിടെ കുറേ മെർമെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കണ്ടോ. ഇത് മെർമെയ്ഡ് അല്ല ആക്ച്വലി കേട്ടോ, ഇത് നമ്മളുടെ സ്കൂബ ഡൈവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മളുടെ ഈ കടലിനടിയിൽ പോകുന്നത് ഒരാളാണ് കേട്ടോ. ഇത് കണ്ടോ, കുറേ പേര് മെർമെയ്ഡ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ വെള്ളത്തിനടിയിൽ ഇരിക്കുകയാണ്. ഇവരിടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് പോകും. എന്തിനാന്ന് വെച്ചാൽ അവർ ശ്വാസം വിടാൻ വേണ്ടിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. കണ്ടോ, ഒരു ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ താഴോട്ട് വരും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 രൂപയാണ്. പിന്നെ ഇവിടെ കുറേ റോബോട്ടിക് എക്സിബിഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡോഗിൻ്റെ റോബോട്ടൊക്കെ ഉണ്ട്, അല്ലാത്ത കുറേ റോബോട്ടുണ്ട്. റോബോട്ടുകളോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവരതിനുള്ള ആൻസർ തരും നമുക്ക്. പിന്നെ ഇവിടെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരുമാതിരി നമ്മുടെ ഫാൻസി സ്റ്റാളാണ്. ഇവിടെ ഫുള്ള് കമ്മലുകളാണ്. കമ്മലല്ലാതെ ഇവിടെ ഒന്നുമില്ല, കമ്മലും മാലയൊന്നുമില്ല. ഇവിടെ ഫുള്ള് കമ്മലാണ്, നമ്മുടെ മേക്കാത് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു മുട്ടായിക്കട ഉണ്ടായിരുന്നു. ഇത് കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് വരുന്ന മുട്ടായികളാണ്. ഇത് പഴയ മുട്ടായി നമ്മൾ കണ്ടപ്പോഴേ കുറേ മുട്ടായി വാങ്ങിച്ചു. നമ്മൾ ഒത്തിരി മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ഇവിടുന്ന്. ഒത്തിരി മുട്ടായി വെച്ചാൽ അവർ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി മുട്ടായി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ഇഷ്ടമായെന്ന് കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.